എക്സ്പീരിയൻസ്. എനിക്ക് ഒരു സിനിമ സെറ്റിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ശരിക്കും. നേരത്തെ ഇപ്പോൾ അൻസാർക്ക പറഞ്ഞതുപോലെ ഇവർ ഒരു 3-4 മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു എന്നിപ്പോൾ പറഞ്ഞു. അപ്പം ഇവർ ഓൾറെഡി ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ട്, ഇവർ തമ്മിൽ എല്ലാവരും തമ്മിലൊരു ബോണ്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ കുറച്ച് പേര് ചെല്ലുന്നത്, നമ്മുടെ ഗേൾസ് ടീം ചെല്ലുന്നത് ആ ഒരു ഇവരുടെ ആ ഒരു ബോണ്ടിൻ്റെ ഇടയിലേക്കാണ്. പക്ഷേ അതിന് ശരിക്കും നമ്മുടെ മൂൺ വോക്കേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ചെയ്ത ആർട്ടിസ്റ്റുകൾക്ക് വേണം ആദ്യം ഒരു താങ്ക്സ് പറയാൻ. ബിക്കോസ് അവരാണ് നമ്മളെ ശരിക്കും കംഫർട്ടബിൾ ആക്കിയത്. ഇപ്പം നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ പോലും കണ്ടു പരിചയമില്ലാത്ത മുഖങ്ങളാണ്. അപ്പോൾ പെട്ടെന്ന് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇറ്റ് മൈറ്റ് മേക്ക് എസ് ചെറിയ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അവർ വളരെയധികം നമ്മളെല്ലാവരെയും കംഫർട്ടബിൾ ആക്കി. ഇപ്പോഴും കുറേ നാൾ കഴിഞ്ഞിട്ട് അവരെ കാണുകയാണെങ്കിലും നമ്മൾ അന്ന് കണ്ട അതേ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഉണ്ട്. അത് നമ്മളെ എന്താ പറയുക, ആ സെറ്റിൽ അത്ര ആക്റ്റീവാക്കി നിർത്താനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും എനർജറ്റിക് ഒരു സെറ്റായിരുന്നു. എല്ലാവരും ഒരുപോലെ ഒത്തിരി ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ചെയ്ത ഒരു സിനിമ കൂടെയാണ്. എൻ്റെ വെരി ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ട് എനിക്ക് വളരെ ക്ലോസ് ടു ഹാർട്ടാണ്. ഒത്തിരി ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സിനിമയാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മൂൺ വാക്ക് ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങി അത് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓവർവെൽമിംഗ് ആണ്. അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഒരുപാട് സന്തോഷം. എനിക്കുറപ്പാണ് മീനാക്ഷിയെ പോലെ തന്നെ ഇവിടെ എന്താ പറയുന്നത്, ഫസ്റ്റ് മൂവി അല്ലേ, പുതുമുഖങ്ങളാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ എല്ലാവരുടെയും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ ആദ്യമായിട്ട് മുഖം കണ്ട ദിവസമാണ്. സോ ഓവർവെൽമിംഗ് ആണ് ഡെഫിനറ്റ്ലി. ആൻഡ് വാട്ട് യു വാണ്ട് ടു സേ ഡിയർ, എന്നാ പറയാനുള്ള ഇപ്പം എന്നാ തോന്നുന്നേ? It was കുറച്ച് സ്കേറി ആയിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ബട്ട് യെസ്, ഒബ്വിയസ്ലി സീയിങ് യുവർ സെൽഫ് ഓൺ ദ സ്ക്രീൻ ഇസ് സംതിങ് എൽസ്. ഇറ്റ് ഹാസ് ബിൻ എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ആൻഡ് ലൈക്ക് മീനാക്ഷി സെഡ്, ഞാനും ജോയിൻ ചെയ്യുന്നത് when my journey started with the whole team is after the 3 months of their workshop, and the character introduced Arnab is after 3 months of that. The acceptance into the team, even after them having that whole bond, including us into the team and not making us feel excluded was the best part about it. Even after everything, throughout the promotions and everything, korchake disconnect ayalum, again connecting and getting back to the same bond and making us feel like a team is the best experience that I have had personally. And I think it's the same for everybody as well. So yeah. And what about you, Harshita? For me, as they said about the joining, ഞാനും ഇതുപോലെ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ആയത് ആഫ്റ്റർ ദി ഓഡീഷൻ. അപ്പം അത് കഴിഞ്ഞ് ദി ബോണ്ടിങ് വാസ് വെരി ഈസി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മിംഗ്ലിംഗ് ആയിരുന്നു, സപ്പോർട്ടിങ് ആയിരുന്നു. ഈവൻ ഡയറക്ടേഴ്സ്, ഐ ആസ്ക്ഡ് ഹിം ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. സോ എവറിത്തിങ് വാസ് പെർഫെക്റ്റ് ഇൻ ദി ലൊക്കേഷൻ. നല്ല ഫണ്ണായിരുന്നു. അതിലും ഏറ്റവും കൂടുതൽ ഞാൻ അവിടെ കണ്ടുകൊണ്ടിരുന്നത് വാസ് ദിസ് ബോയ്സ് ഹാർഡ് വർക്ക്. ഇവരുടെ ഹാർഡ് വർക്കാണ് ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ കണ്ടത്. ഓരോ പ്രാവശ്യവും ഡാൻസ് ചെയ്ത് സ്റ്റേജിൽ മൊത്തം ടയേർഡായി, ബട്ട് അഗെയിൻ ആ സെയിം എനർജിയിൽ ആൻഡ് സെയിം വൈബിൽ അവരത് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഓരോ ടേക്കേഴ്സ്. ഇപ്പോൾ ഒരാൾ തെറ്റിച്ചാൽ അടുത്ത ആൾ, എല്ലാവരും ഒരുമിച്ച് കളിക്കണമല്ലോ. അപ്പം അത് ഐ എം റിയലി അപ്രീഷിയേറ്റ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് ദം. കാരണം അവർ ഒത്തിരി കഷ്ടപ്പെട്ടു. നോട്ട് ഓൺലി ദം, ഓൾ ദി ടെക്നീഷ്യൻസ്, ആർട്ട്, എവറി വൺ. ഓരോ പ്രാവശ്യം റീസെറ്റ് ചെയ്യുക, ഒരു ടേക്ക് എടുത്തിട്ട് പിന്നെ റീസെറ്റ് ചെയ്യുക, അതൊക്കെ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ആസ് എ ഫിലിം. So I really appreciate our